ഇന്നത്തെ F3 വ്ളോഗ്സിൽ നമുക്കൊരു ക്ഷേത്ര ദർശനം ആയാലോ? ഓക്കെ, ഞങ്ങളിന്ന് പോകുന്നത് ഒരു ഈവനിങ് ടെമ്പിൾ വിസിറ്റിനാണ്. തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രം. എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വലിയ ഡിസ്റ്റൻസ് ഇല്ല, ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ യാത്ര അത്രയേ ഉള്ളൂ. ശിവരാത്രി സമയത്തൊക്കെ ഞങ്ങൾ എല്ലാ കൊല്ലം മുടങ്ങാണ്ട് ശിവരാത്രി ദിവസം വരുന്ന ടെമ്പിളാണ് തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു ക്ഷേത്രം. അപ്പോൾ ഒരുപാട് പുരാണ കഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ശിവൻ്റെ ശിവപ്രതിഷ്ഠ കൂടാണ്ട് ഉപദേവതകളായി പാർവതി, ഗണപതി, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, വേട്ടയ്ക്കൊരു മകൻ, ഭദ്രകാളി, ബ്രഹ്മരക്ഷസ് എന്നിവർക്കെല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്. ഒരു വർഷത്തിൽ 2 പ്രധാന വിശേഷങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഒന്ന്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മഹാശിവരാത്രി ദിവസം നല്ല ആഘോഷമാണ്. അതുപോലെ തന്നെ ധനുമാസത്തിൽ വരുന്ന തിരുവാതിര ആറാട്ടായിട്ട് 8 ദിവസത്തെ ഉത്സവമാണ്. അത് 8ാമത്തെ ദിവസം ഉത്സവം കഴിഞ്ഞ ആ ദിവസം അന്നാണ് ഞങ്ങൾ അമ്പലത്തിൽ വന്നത്. ഇവിടുത്തെ ശിവപ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ, അതാണ് സങ്കല്പം. തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയാനാണെങ്കിൽ മൃഗണ്ടു മഹർഷിക്കും പത്നിയായിട്ടുള്ള മദ്രുവതിക്കും കുറേ കാലത്തോളം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ 2 പേരും ശിവനെ ഭജിച്ച് തപസ് ചെയ്ത് ഒടുവിൽ ശിവൻ പ്രത്യക്ഷനായി അവർക്ക് വരം നൽകുകയാണ്. 2 വരമാണ് ശിവൻ കൊടുത്തത്. 2 വരത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ എന്നുള്ളൊരു രീതിയിൽ. ഒന്ന്, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു മകനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ 16 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന എല്ലാം തികഞ്ഞ ഒരു പുത്രനെയാണോ വേണ്ടത് എന്നുള്ള ഇതിലേതെങ്കിലും ഒരു വരം എടുക്കണമെന്ന രീതിയിലായിരുന്നു ശിവൻ പ്രത്യക്ഷനായതിനു ശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരത് കേട്ട ഉടനെ തന്നെ എന്ത് ചെയ്യണം എന്നറിയേണ്ട ഭയങ്കര ദുഃഖത്തിലായി. പക്ഷേ എന്നാൽ കൂടി ഉള്ളതിൽ വെച്ച് അവർ 2ാമത്തെ വരമായിട്ടുള്ള 16 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന എല്ലാം തികഞ്ഞ പുത്രനെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കണ്ഡേയൻ ഇവരുടെ പുത്രനായിട്ട് ജനിക്കുന്നത്. മാർക്കണ്ഡേയൻ്റെ ഓരോ പിറന്നാൾ കഴിഞ്ഞു പോകുമ്പോഴും ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും എന്നും ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ 16ാമത്തെ പിറന്നാളും കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് മാർക്കണ്ഡേയൻ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ, തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 16ാമത്തെ വയസ്സ് കഴിഞ്ഞു എന്നറിഞ്ഞ് കാലൻ മാർക്കണ്ഡേയനെ തേടി വരുന്നത്. മാർക്കണ്ഡേയൻ ഉടനെ തന്നെ നാവാമുകുന്ദനെ ശരണം പ്രാപിക്കുകയും, പക്ഷേ നാവാമുകുന്ദൻ പറഞ്ഞു കാലനുമായിട്ട് ഏറ്റുമുട്ടാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പടിഞ്ഞാറേ നടയിലൂടെ അടുത്തുള്ള തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കാൻ പറഞ്ഞു. ഒപ്പം തന്നെ നാവാമുകുന്ദൻ 12 കല്ലുകൾ മാർക്കണ്ഡേയന് കൊടുത്തു. തൃപ്രങ്ങോട്ട് എത്തുന്നവരെ ഈ 12 കല്ലുകൾ ഓരോന്നായിട്ട് പുറകോട്ട് കാലൻ വരുന്നതിനനുസരിച്ച് എറിയാനും പിന്നെ തൃപ്രങ്ങോട്ടെത്തി ശിവനിൽ അഭയം പ്രാപിക്കുകയും വേണം. അവിടെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ വേറൊരു തടസ്സം അനുഭവപ്പെട്ടു. ഒരു കൂറ്റൻ പേരാലുണ്ടായിരുന്നു. അപ്പോൾ ഈ പേരാല് ഇനി ചുറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും സമയം വഴുകും. അപ്പോൾ ഈ പേരാല് പിളർന്ന് അത് ഒരു വഴി മാർക്കണ്ഡേയന് കാണിച്ചു കൊടുത്തു. അങ്ങനെ നേരെ മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ പോയിട്ട് അഭയം പ്രാപിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് കാലൻ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ മാർക്കണ്ഡേയന് നേരെ കയറെറിഞ്ഞ് വലിച്ചപ്പോൾ മാർക്കണ്ഡേയനും ശിവലിംഗവും രണ്ടും ചേർന്ന് ഇളകി മുന്നോട്ട് വന്നു. ശിവൻ അതിൽ ഭയങ്കര കോപാകുലനായി കാലനെ ശൂലം കൊണ്ട് കുത്തിക്കൊന്നു. ആ കുത്തിക്കൊന്ന് രക്തം പൂണ്ട ശൂലം കഴുകിയ കുളമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. തൃശൂലം കഴുകിയ കുളം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നൈറ്റാണ് ഞാൻ ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് അത്ര ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിലത്തിറങ്ങിയ സന്തോഷത്തിൽ നിലു അവിടെ ഫുള്ള് ഓടിക്കളിയാണ്. തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അപ്പോൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അമ്പല ദർശനമൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് വേണ്ടേ വീട്ടിൽ പോകാൻ.
തൊട്ടടുത്ത് തന്നെ ഗണപതി ഭവനുണ്ട്. നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. വെജിറ്റേറിയൻ ഫുഡ് എപ്പോൾ കഴിക്കണം തോന്നുമ്പോഴും നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് ഗണപതി ഭവൻ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തരുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കഴിക്കാനും. പിന്നെ ഉള്ളിലുള്ള സീറ്റിംഗ് ആയിക്കോട്ടെ, ഇവരുടെ ഇൻറ്റീരിയർ വർക്ക് ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞങ്ങൾ പൂരി, ചോള ഭട്ടൂര, മസാല ദോശ അങ്ങനത്തെ കുറച്ചെണ്ണമൊക്കെ ഓർഡർ ചെയ്തു. നിലുവിന് ദോശ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഏത് ഹോട്ടലിൽ പോയാലും ദോശ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവൾക്ക് എപ്പോഴും ഓർഡർ ചെയ്ത് വെക്കും. അവൾ ദോശ അത്യാവശ്യം കഴിക്കുന്നൊരു ആളാണ്. അപ്പോൾ അവൾ അതൊക്കെ കഴിച്ച് ചുറ്റും എന്താ നടക്കണമെന്നൊക്കെ ഇങ്ങനെ ഫുള്ള് നോക്കി ഇരിക്കുകയാണ്. ആൾ പൊതുവേ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളോട് വളരെ കംഫർട്ടബിളായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരാൾ തന്നെയാണ്. ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിലോട്ട്. ചെറിയൊരു ഗേറ്റ് അടവിലൊക്കെ പെട്ടു. നമ്മളുടെ വീഡിയോസൊക്കെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ടാറ്റ.